രാജധാനി കടന്നു പോകാനുള്ളതുകൊണ്ട് തങ്ങളുടെ ട്രെയിൻ പെരുമ്പളം സ്റ്റേഷനിൽ കുറച്ചു നേരം പിടിച്ചിട്ടു. അപ്പോൾ സമയം രാത്രി 11 മണി. എൻ്റെ കൂടെയുള്ളത് ഞാൻ ഒരുമിച്ച് പ്രസവിച്ച 3 മക്കളായിരുന്നു. സൈറ, സാറ എന്ന 2 പെൺമക്കളും സോനു എന്ന മകനും. സൈറയും സാറയും എൻ്റെ ഇരുവശവുമായി മടിയിൽ തലവെച്ച് കിടന്ന് ഉറക്കത്തിലായിരുന്നു. സോനു പക്ഷെ അപ്പോഴും മൊബൈലിൽ ഗെയിം കളിക്കുന്ന തിരക്കിലായിരുന്നു. ഉമ്മ, ഞാനൊരു കാപ്പി കുടിച്ചിട്ട് വരാം, ഉമ്മയ്ക്ക് ചായ വേണോ? ഇടയ്ക്ക് അവൻ ഫോണിൽ നിന്ന് തല ഉയർത്തി എന്നോട് ചോദിച്ചു. വേണ്ട, നീ കുടിച്ചിട്ട് വേഗം വരണേ, ട്രെയിൻ ചിലപ്പോൾ പെട്ടെന്ന് എടുത്താലോ? ഞാൻ ആദ്യയോടെ അവനോട് പറഞ്ഞു. ഉമ്മ പേടിക്കണ്ട, അഥവാ വണ്ടി എടുത്താലും ഞാൻ പുറകിലെ ഏതേലും ബോഗിയിൽ കയറിക്കോളാം. അവനത് പറഞ്ഞിട്ട് മൊബൈൽ എന്നെ ഏൽപ്പിച്ച് വേഗം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി പുറകിലേക്ക് നടന്നുപോയി. ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് എഞ്ചിനിൽ നിന്നും 3-മതായിരുന്നു സോനു കാപ്പി കുടിക്കാൻ പോയ ക്യാൻറ്റീൻ. 4-5 കമ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞുള്ള സ്ഥലമായിരുന്നു. അവൻ പോയതിന് തൊട്ടുപിറകെ രാജധാനി ചൂളം വിളിച്ച് പാഞ്ഞുപോയി. പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ട്രെയിനും ചലിച്ചു തുടങ്ങി. ഞാൻ വേഗം അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോഴാണ് അതെൻ്റെ കയ്യിൽ തന്നിട്ടാണ് അവൻ പോയതെന്ന കാര്യം ഓർത്തത്. വെപ്രാളത്തോടെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. സൈറയെയും സാറയെയും മടിയിൽ നിന്നിറക്കി സീറ്റിൽ കിടത്തിയിട്ട് വേഗം എഴുന്നേറ്റ് ട്രെയിനിൻ്റെ വാതുക്കലേക്ക് ചെന്ന് പുറകിലേക്ക് നോക്കി. പക്ഷേ പ്ലാറ്റ്ഫോമിൽ ആകെ ഉണ്ടായിരുന്നത് പച്ച വെളിച്ചം വിതറുന്ന ടോർച്ചുമായി നിൽക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ മാത്രമായിരുന്നു. എൻ്റെ മനസ്സിലൂടെ ഭീതിയുടെ തീവണ്ടി ചൂളം വിളിച്ച് കടന്നുപോയി. ഞാൻ തിരിച്ചു വന്ന് മക്കളെ തട്ടി ഉണർത്തി സോനുവിനെ കാണാനില്ല എന്ന കാര്യം പറഞ്ഞു. ഉമ്മ എന്തിനാ പേടിക്കുന്നത്? അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലോ. അവൻ പുറകിലെ ഏതേലും ബോഗിയിലുണ്ടാവും. അടുത്ത സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തുമ്പോൾ ഇറങ്ങി ഇങ്ങോട്ട് വന്നോളും. പെൺമക്കൾ എന്നെ ആശ്വസിപ്പിച്ചിരുത്തി. ട്രെയിൻ അധികം താമസിക്കാതെ തൊട്ടടുത്ത എറണാകുളം ടൗൺ സ്റ്റേഷനിൽ നിർത്തി. ഞാൻ എഴുന്നേറ്റ് ചെന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാൻ നോക്കിയെങ്കിലും അപ്പോഴേക്കും അവിടെ നിന്നവരെല്ലാം കൂടി അകത്തേക്ക് തള്ളിക്കയറി വന്നു. അതോടെ എനിക്ക് പിന്നിലേക്ക് തിരിച്ചു കയറേണ്ടി വന്നു. കയറി വന്നവർ ഞങ്ങളുടെ സീറ്റ് കൈയടക്കിയതോടെ മക്കളുടെ ഉറക്കം നഷ്ടമായി. അവർ എഴുന്നേറ്റിരുന്നപ്പോൾ എൻ്റെ ഇരിപ്പിടവും നഷ്ടമായി. ഭാഗ്യത്തിന് മോൻ ഇരുന്നയിടത്ത് അവൻ്റെ ബാഗ് ഇരുന്നത് കൊണ്ട് അതെടുത്തു മാറ്റിയിട്ട് ഞാൻ അവിടെ കയറിയിരുന്നു. വിൻഡോ സീറ്റ് ആയിരുന്നത് കൊണ്ട് അവൻ നടന്നു വരുന്നത് കാണാൻ പ്ലാറ്റ്ഫോമിലേക്ക് ആകാംക്ഷയോടെ ഞാൻ എത്തി നോക്കി. പക്ഷേ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ട്രെയിൻ മുന്നോട്ട് നീങ്ങി തുടങ്ങി. അതുവരെ കാലിയായിരുന്ന ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ മണ്ണ് നുള്ളിയിടാൻ ഇടമില്ലാത്ത വിധം യാത്രക്കാർ നിറഞ്ഞിരുന്നു. അവനെ കണ്ടില്ലല്ലോ മോളെ, ഞാൻ മക്കളോട് സങ്കടത്തോടെ പറഞ്ഞു. ഉമ്മ, ഈ തിരക്ക് കണ്ടില്ലേ? ഉമ്മായിക്ക് പുറത്തിറങ്ങാൻ പറ്റാതിരുന്നത് പോലെ അവനും കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ കുടുങ്ങിക്കാണും. ഇനിയിപ്പോൾ ഷൊർണൂർ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ കുറച്ച് സമയം ഹാൾട്ടിംഗ് ഉണ്ട്. അപ്പോഴേക്കും ഈ തിരക്കും കുറയും. ആ സമയത്ത് അവൻ തിരിച്ചു വന്നോളും. ഉമ്മ ഒന്ന് സമാധാനമായിരിക്കെ. അവരുടെ വാക്കുകൾ എനിക്ക് നേരിയ ആശ്വാസം നൽകി. പിന്നെയും കുറേ സ്റ്റേഷനുകളിൽ വണ്ടി നിർത്തിയെങ്കിലും യാത്രക്കാരുടെ തിരക്ക് കാരണം ഇരുന്ന ഇടത്തു നിന്ന് എനിക്കൊന്ന് ചലിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴും എൻ്റെ പ്രതീക്ഷ പുറകിലെ ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റിൽ എൻ്റെ മകൻ സുരക്ഷിതനായി ഉണ്ടാകുമെന്നായിരുന്നു. പക്ഷേ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ നീങ്ങി തുടങ്ങിയപ്പോൾ എൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഷൊർണൂർ എത്തുമ്പോഴേക്കും ആശങ്ക കൊണ്ട് എൻ്റെ ഹൃദയമിടിപ്പിൻ്റെ വേഗത കൂടി വന്നു. മക്കൾ പറഞ്ഞതുപോലെ യാത്രക്കാരിൽ പകുതിയിലേറെ പേരും ഷൊർണൂരിലിറങ്ങി. അരമണിക്കൂറോളം അവിടെ ഹാൾട്ടിങ്ങും ഉണ്ടാകുമെന്നറിഞ്ഞതുകൊണ്ട് മക്കളോടൊപ്പം ഞാനും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി. പിന്നിലേക്കുള്ള ഓരോ കമ്പാർട്ട്മെൻറ്റും ഞങ്ങൾ അരിച്ചു പെറുക്കി നോക്കിയിട്ടും സോനുവിനെ മാത്രം കണ്ടെത്താനായില്ല. സർവ്വം നഷ്ടപ്പെട്ടവളെപ്പോലെ നിൽക്കുന്ന എന്നെ സമാധാനിപ്പിക്കാൻ കഴിയാതെ സൈറയും സാറയും നിസ്സഹായരായി നിന്നു. ഉമ്മ, നമുക്ക് RPFനെ വിവരം അറിയിക്കാം. അവർ പെരുമ്പളം സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിക്കും. ഒരുപക്ഷെ അവന് ട്രെയിനിൽ കയറാൻ പറ്റാതെ അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടാകും. എന്നാൽ വേഗം വാ മക്കളെ. ഞാൻ മക്കളെയും കൂട്ടി RPFൻ്റെ ഓഫീസിലേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനോട് വിവരം പറഞ്ഞു. അദ്ദേഹം ഉടനെ പെരുമ്പളം സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. അവിടെ അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞത് കേട്ട് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. അല്ല, നിങ്ങൾ എങ്ങോട്ട് പോകാൻ വന്നതാണ്? സർ, കാണാതായ മോൻ ഉൾപ്പെടെ എൻ്റെ 3 മക്കളും മംഗലാപുരത്തുള്ള ഒരു മെഡിക്കൽ കോളേജിൽ CVT അഡ്മിഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ അതിൻ്റെ ഇൻ്റർവ്യൂ ആണ്. അതിനുവേണ്ടി പോകുന്ന വഴിയാണ്. നാളെ ഒരവസരം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമേ ചാൻസ് ഉള്ളൂ. ഈ ഇൻ്റർവ്യൂവിന് എൻ്റെ 3 മക്കളും പാസ്സാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട് പണയപ്പെടുത്തി അവരെ പഠിപ്പിക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. അവർ രക്ഷപ്പെട്ടാൽ എൻ്റെ കഷ്ടപ്പാടുകൾക്ക് ഒരു പരിഹാരമാകുമെന്ന് കരുതി. ഇനിയിപ്പോൾ അവനില്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് സർ പോകുന്നത്? ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുപോയി. നിങ്ങൾ വിഷമിക്കാതെ, അവിടെയുള്ളവർ അരമണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് അവനെ കണ്ടുപിടിക്കും. പക്ഷേ അവനെയും കാത്തു നിന്നാൽ നിങ്ങൾ വന്ന ട്രെയിൻ ഇപ്പോൾ സ്റ്റേഷൻ വിടും. വേറെ ട്രെയിനുകളൊന്നും അങ്ങോട്ടേക്ക് ഉടനെയൊന്നും പോകാനുമില്ല.
നിങ്ങൾ താമസിക്കും തോറും നാളെ രാവിലെ 9 മണിക്ക് നടക്കുന്ന ഇൻ്റർവ്യൂ മിസ്സാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങളുടെ ഫോൺ നമ്പർ തന്നിട്ട് തൽക്കാലം ഈ പെൺകുട്ടികളെയും കൊണ്ടുവന്ന ട്രെയിനിൽ കയറി മംഗലാപുരത്തേക്ക് പുറപ്പെട്ടോളൂ. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങളെ വിളിച്ച് മകനെ കണ്ടെത്തിയ സന്തോഷവാർത്ത അറിയിച്ചോളാം. അതുപോലെ ആ ഓഫീസറുടെ വാക്കുകൾ എനിക്ക് കുറച്ച് ആത്മധൈര്യം തന്നു. അയാൾ പറഞ്ഞതുപോലെ ഇൻ്റർവ്യൂ മിസ്സായാൽ ഇതുവരെ കഷ്ടപ്പെട്ട് വന്നത് വ്യഥാവിലാകും. തൽക്കാലം സൈറയുടെയും സാറയുടെയും കാര്യമെങ്കിലും നടക്കട്ടെ. സോനുവിൻ്റെ കാര്യം വേറെ ഏതെങ്കിലും കോളേജിൽ ട്രൈ ചെയ്യാം. മംഗലാപുരത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ വേറെയുണ്ടല്ലോ. അപ്പോഴേക്കും ഞങ്ങൾ വന്ന ട്രെയിൻ പുറപ്പെടാനുള്ള സൈറൻ മുഴക്കി. പാതിചത്ത മനസ്സുമായി ഞാൻ എൻ്റെ പെൺമക്കളെയും കൊണ്ട് കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറി. പിന്നീടുള്ള യാത്രയിലുടനീളം നെഞ്ചിനകത്ത് വലിയൊരു ഭാരവുമായിട്ടാണ് ഞാനിരുന്നത്. എൻ്റെ വിവാഹം കഴിഞ്ഞ പിറ്റേ മാസം ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ എന്നേക്കാൾ സന്തോഷം എൻ്റെ ഭർത്താവിനായിരുന്നു. പക്ഷേ സ്കാനിങ്ങിൽ എൻ്റെ വയറ്റിൽ വളരുന്നത് 3 ജീവനുകളാണെന്നറിഞ്ഞതോടെ ഭർത്താവിൻ്റെ വിധം മാറി. ഇത് ശരിയാവില്ല ഷംല. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പ്രസവിക്കുമ്പോൾ തന്നെ ഭാരക്കുറവായിരിക്കും. പിന്നീട് പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകും. ആരോഗ്യമില്ലാതെ ജനിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഓരോരോ അസുഖങ്ങളായിരിക്കാം. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ സമയം കാണില്ല. മാത്രമല്ല ഒരു കുഞ്ഞിനെ തന്നെ വളർത്തിയെടുക്കാൻ നല്ല ക്ഷമയും സാമ്പത്തികവും വേണം. അപ്പോഴാണ് 3 എണ്ണം. അതൊക്കെ വലിയ റിസ്ക്കാണ്. അതുകൊണ്ട് നമുക്കിത് വേണ്ടെന്ന് വെക്കാം. അന്ന് എൻ്റെ ഭർത്താവുമായി ഞാൻ കലഹിച്ചു. ഒടുവിൽ ഇനി നീയുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോയി. എന്നിട്ടും എൻ്റെ വയറ്റിൽ വളരുന്ന കുരുന്നുകളെ ഇല്ലായ്മ ചെയ്യാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കഴിഞ്ഞ 19 വർഷം ഞാൻ അനുഭവിച്ച ത്യാഗത്തിൻ്റെ ഫലമാണ് എൻ്റെ മക്കളെ ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞത്. എൻ്റെ വീട്ടുകാരൊക്കെ അവരെ കൊണ്ട് കഴിയുന്നത് പോലെ സഹായിച്ചെങ്കിലും രാപ്പകൽ തയ്യൽ മെഷീൻ ചവിട്ടിയും അടുത്തുള്ള ചായക്കടയിലേക്ക് പാലപ്പം ചുട്ടുകൊടുത്തിട്ടുമൊക്കെയാണ് അരപ്പട്ടിണിയിലും ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചതും ഇതുവരെ എത്തിച്ചതും. 3 മക്കളും എൻ്റെ ജീവൻ്റെ ജീവനാണ്. അതിലൊരാളാണ് ഇപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നത്. നാളെ നേരം വെളുക്കുമ്പോൾ അവനെ കണ്ടുകിട്ടിയെന്ന ശുഭവാർത്ത എന്നെ കേൾപ്പിക്കണേ നാഥ. കണ്ണീരോടെ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ എൻ്റെ ഇരുവശവും ഇരുന്ന് സാറയും സൈറയും നിശബ്ദരായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ലാതെ ഞങ്ങളെയും കൊണ്ട് മാവേലി എക്സ്പ്രസ് ഒടുവിൽ മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിൽ ഓടിക്കിതച്ചു നിന്നു. നേരം പരപരാ വെളുക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റേഷനകത്ത് തന്നെയുള്ള റീഫ്രഷ്മെൻറ്റ് ഏരിയയിൽ ചെന്ന് ഞാനും കുട്ടികളും പ്രഭാത കൃത്യങ്ങളെല്ലാം നിർവഹിച്ചു. ഇടയ്ക്കിടെ ഞാൻ എൻ്റെ ഫോണിൽ മിസ് കോൾ വല്ലതും ഉണ്ടോ എന്ന് ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. മനസ്സ് മരവിച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും വിശപ്പില്ലായിരുന്നു. തൽക്കാലം ഓരോ ചായ കുടിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇൻ്റർവ്യൂ നടക്കുന്ന കോളേജിൻ്റെ ഓഫീസ് ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾ ചെന്നു. അവിടെ എത്തിയപ്പോൾ സമയം 8:45 ആദ്യം സൈറയുടെ പേരാണ് വിളിച്ചത്. മോളെ, സോനുവിൻ്റെ കാര്യം നീ മറന്നേക്ക്. നിങ്ങൾ പറഞ്ഞതുപോലെ അവൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുന്നതിന് മുൻപ് അവനെക്കുറിച്ചുള്ള ശുഭവാർത്ത എത്തും. അതുകൊണ്ട് ഇൻ്റർവ്യൂ ടെൻഷനൊന്നുമില്ലാതെ വേണം അറ്റൻഡ് ചെയ്യാൻ. ഉമ്മയുടെ കഷ്ടപ്പാടുകൾക്ക് ഫലം ഉണ്ടാകണം. ആ പറഞ്ഞത് 2 പേരോടും കൂടിയാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. സൈറയും സാറയും ഇൻ്റർവ്യൂ കഴിഞ്ഞ് സന്തോഷത്തോടെ ഇറങ്ങി വന്നപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. പക്ഷേ സോനുവിന് മാത്രം ഇൻ്റർവ്യൂ നഷ്ടമായത് ഒരു വേദനയായി മനസ്സിൽ കിടന്നു. സാരമില്ല, അവനിത് വിധിച്ചിട്ടില്ലായിരിക്കാം. ഞങ്ങൾ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ട്രെയിൻ 5 മണിക്കാണ്. പക്ഷെ അതുവരെ കാത്തു നിൽക്കാൻ മനസ്സ് അനുവദിച്ചില്ല. എത്രയും പെട്ടെന്ന് സോനു ഇറങ്ങിയ പെരുമ്പളം സ്റ്റേഷനിലെത്താൻ മനസ്സ് വെമ്പൽ കൊണ്ടു. 11 മണിക്ക് തിരുവനന്തപുരത്തേക്കൊരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടെന്നും താൽക്കാൽ ടിക്കറ്റ് എടുത്താൽ അതിൽ പോകാമെന്നും അറിയാൻ കഴിഞ്ഞു. പെരുമ്പളത്ത് പക്ഷേ സ്റ്റോപ്പില്ല. ഞങ്ങൾ എറണാകുളം സൗത്തിലേക്ക് ടിക്കറ്റ് എടുത്തു. കൃത്യസമയത്ത് ട്രെയിൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി. മക്കളെയും കൊണ്ട് ഞാൻ ട്രെയിനിലേക്ക് കയറി. മംഗലാപുരം സ്റ്റേഷനിൽ നിന്നും കേരളത്തിലേക്ക് തീവണ്ടി കുതിച്ചു. 100 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ ചീറിപ്പായുന്നതെന്ന് മൊബൈലിലെ ആപ്പ് നോക്കി കുട്ടികൾ പറഞ്ഞെങ്കിലും വേഗത തീരെ പോരായെന്ന് എനിക്ക് തോന്നി. ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ എൻ്റെ മൊബൈൽ റിങ് ചെയ്തു. ആവേശത്തോടെ ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ മേഡം, ഇത് RPF നിന്നാണ്. നിങ്ങളുടെ മകനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. പെരുമ്പളം സ്റ്റേഷനിലെ RPF ഓഫീസിൽ ആളെ ഇരുത്തിയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. ആ സന്തോഷവാർത്ത എൻ്റെ ഉള്ളിൽ ഒരു കുളിർ മഴ പെയ്ച്ചു. എത്രയും വേഗം പെരുമ്പളം സ്റ്റേഷനിലെത്താൻ മനസ്സ് കൊതിച്ചു. എറണാകുളം സൗത്തിൽ നിന്നും ടാക്സി പിടിച്ചാണ് പെരുമ്പളത്തെത്തിയത്. എന്നെ കണ്ടതും സോനു അടുത്തേക്ക് വന്നു. സങ്കടവും ദേഷ്യവും കൊണ്ട് ഞാൻ അവനെ തലങ്ങും വിലങ്ങും തല്ലി. ഉമ്മ, എന്തായത്? ഇത് നമ്മുടെ വീടല്ല. സൈറയും സാറയും എന്നെ തടഞ്ഞു. എവിടെയായിരുന്നടാ നീ? ഞാനും നിൻ്റെ പെങ്ങന്മാരും ഈ നേരം കൊണ്ട് എത്ര വിഷമിച്ചെന്ന് നിനക്കറിയാമോ? ഉമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ എനിക്ക് ദൂരെ എങ്ങും പോയി പഠിക്കണ്ട, നാട്ടിലെവിടെയെങ്കിലും മതിയെന്ന്. അത് നിങ്ങളെ തനിച്ചാക്കി പോകാൻ വയ്യാത്തത് കൊണ്ടാണ് ഉമ്മ.
നിങ്ങളത് സമ്മതിക്കാത്തത് കൊണ്ടാണ് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാതിരുന്നത്. ഞാൻ തൽക്കാലം ഒഴിഞ്ഞു നിന്നത്. സൈറയും സാറയും അവിടെ പഠിച്ചോട്ടെ. ഇവിടെ ഞാൻ ഉമ്മയുടെ കൂടെ നിന്ന് എന്തെങ്കിലും പഠിച്ചോളാം. ഇവിടെ ആകുമ്പോൾ പഠിക്കുകയും ചെയ്യാം, അതോടൊപ്പം പാർട്ട് ടൈം ജോബ് എന്തെങ്കിലും എനിക്ക് ചെയ്ത് ഉമ്മയെ സഹായിക്കുകയും ചെയ്യാം. അല്ലാതെ ഞങ്ങൾ 3 പേരും പോയി കഴിഞ്ഞ് ഉമ്മ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഉമ്മ. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. എന്നോട് സബൂർ ചെയ്യുമ്മ. അവൻ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ ഞാൻ സന്തോഷത്തിലും സമാധാനത്തിലുമാണ്. സൈറയും സാറയും ഫൈനൽ ഇയർ മംഗലാപുരത്തും സോനു ഇവിടെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും CVT കോഴ്സിന് പഠിക്കുന്നു. കൂടാതെ ഉച്ചവരെയുള്ള ക്ലാസ്സിന് ശേഷം രാത്രി 12 മണിവരെ ഒരു പെട്രോൾ പമ്പിലെ ജോലിക്ക് പോയി സോനു എന്നെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കിടപ്പുമുറിയും ഹാളും അടുക്കളയും മാത്രമുള്ള വാടക വീട്ടിലാണെങ്കിലും തയ്യൽ മെഷീനും ഞാനും വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് കൊണ്ട് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ നടന്നു പോകുന്നുണ്ട്. ഇനി മക്കൾക്ക് സ്ഥിര ജോലി ആയിട്ട് വേണം ഞങ്ങളുടെ സ്വന്തം വീട് തിരിച്ചെടുക്കാൻ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.